ശ്രീ മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിൽ ഒരു ഭീകരമായ യുദ്ധത്തിന് കുരുപാണ്ഡവ വിഭാഗങ്ങൾ തയ്യാറെടുക്കുകയാണല്ലോ. അപ്പോൾ യുദ്ധത്തിൻ്റെ മുന്നോടിയായിട്ട് ഓരോരോ വിഭാഗവും തങ്ങൾ ശാന്തിശീലരാണ്, സമാധാനം ആഗ്രഹിക്കുന്നവരാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ശാന്തി ദൂതന്മാരെ അയക്കുന്ന ഒരു സന്ദർഭമാണ് ഉദ്യോഗപർവത്തിൻ്റെ ആദ്യ ഭാഗത്ത്. ദ്രുപദന്റെ ഒരു ദൂതൻ ധൃതരാഷ്ട്രരുടെ അടുത്ത് ചെന്നു. അതിനുശേഷം സഞ്ജയൻ പാണ്ഡവരുടെ അടുത്ത് ചെന്നു. സഞ്ജയൻ തിരിച്ചു വന്ന് പാണ്ഡവന്മാരുടെ സന്ദേശം കേൾപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് ധൃതരാഷ്ട്രർക്ക് ആകപ്പാടെ വലിയ പരിഭ്രമമുണ്ടായതും രാത്രി ഉറക്കം നഷ്ടപ്പെട്ടതും. പിറ്റേന്ന് രാവിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ദൂതപ്രസ്താവം അല്ലെങ്കിൽ പാണ്ഡവന്മാരുടെ മറുപടി സഭയിൽ വെച്ച് കേൾക്കാമെന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെട്ടതും വിതുരരും അതിനുശേഷം സനത് സുജാത മഹർഷിയും ഒക്കെ തന്നെ അദ്ദേഹത്തെ വേണ്ടവിധം തത്വോപദേശം നൽകിയത്. പക്ഷെ ആ തത്വോപദേശം കൊണ്ടൊന്നും ധൃതരാഷ്ട്രരുടെ അകക്കണ്ണ് തുറപ്പിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം തൻ്റെ മകനോടുള്ള സ്നേഹത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞ ഒരാളായിരുന്നു. സ്നേഹം, പുത്രസ്നേഹം എന്ന് പറയുന്നത് ഒരു ലഹരിയായി മാറിയ ആളായിരുന്നു. അതുകൊണ്ട് ഏതായാലും പറഞ്ഞുറപ്പിച്ചതുപോലെ സഞ്ജയൻ്റെ ആ സന്ദേശം, പാണ്ഡവന്മാർ കേൾപ്പിച്ച സന്ദേശം കേൾക്കാൻ വേണ്ടി തയ്യാറായി, സഭ തയ്യാറായി. യാനസന്ധി പർവം എന്നാണ് ഈ ഭാഗത്തിൻ്റെ പേര്. സഞ്ജയൻ്റെ ഈ വാക്യങ്ങൾക്ക് ശേഷം പിന്നീട് നിരവധി സന്ധി സംഭാഷണങ്ങളിലൊന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. യാനസന്ധി പർവത്തിലാണ് ഈ സഞ്ജയൻ്റെ ഈ മറുപടി വാക്യം. രാത്രി കഴിഞ്ഞ് സഞ്ജയനെ കാത്ത് സഭാംഗങ്ങൾ തയ്യാറായിട്ടിരുന്നു. അവിടെ സഭയുടെ വർണ്ണനയുണ്ട്, ഏത് രീതിയിലിരുന്നു, ആരൊക്കെ ആ സഭയിൽ സന്നിഹിതരായിരുന്നു എന്നൊക്കെ അവിടെ വിവരിക്കുന്നു. വളരെ ഗംഭീരമായ വർണ്ണനയാണ്. അംഗങ്ങളായിട്ടുള്ള ഭീഷ്മര്, ദ്രോണര്, കൃപര്, അശ്വത്ഥാമാവ്, കർണൻ, ശകുനി, ദുശാസനൻ, വിംശതി, വികർണൻ മുതലായിട്ടുള്ള നിരവധി എല്ലാ ആളുകളെക്കുറിച്ചും അവിടെ പറയുന്നു. അവരുടെ ഇരിപ്പിൻ്റെ ആ ഗാംഭീര്യമൊക്കെ പറയുന്നു. ദുർമുഖൻ, ദുസ്സഹൻ മുതലായിട്ടുള്ള ധൃതരാഷ്ട്രപുത്രന്മാർ, വിവിംശതി എന്ന് പറയുന്ന ധൃതരാഷ്ട്രപുത്രൻ, ഇവരുടെയൊക്കെ പേരെടുത്ത് പറയുന്നു പല സ്ഥലങ്ങളിൽ. ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, തുറവൂർ വിശ്വംഭരൻ മാഷിനെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ TV പരിപാടിയിലൊക്കെ പറഞ്ഞു, ധൃതരാഷ്ട്രരുടെ 3 മക്കളുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ മഹാഭാരതത്തിൽ. അതുകൊണ്ട് 3 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ, 100 എന്നുള്ളത് അതിശോക്തിപരമായ വർണ്ണനയാണ് എന്ന് പറഞ്ഞ് കേട്ടു. പക്ഷെ അത് ശരിയല്ല. മഹാഭാരതത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഈ ധൃതരാഷ്ട്രപുത്രന്മാരായിട്ടുള്ള മറ്റ് ആളുകളുടെ പേരും പറയുന്നുണ്ട്. ആദ്യപർവത്തിൽ മുഴുവൻ പേരും പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ പേര് സന്ദർഭമനുസരിച്ച് ചില സ്ഥലങ്ങളിൽ, ധാരാളമായിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ പണ്ഡിതന്മാരായ ചില ആളുകൾ മഹാഭാരതത്തെക്കുറിച്ച് വേണ്ടത്ര പഠിക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടോ അനവധാനത കൊണ്ടോ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാറുണ്ട്. അത് നമ്മൾ വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട്, പുനഃപരിശോധന ആവശ്യമുണ്ട്. അവർ പറയുന്നത് കണ്ണുമടച്ച് നമുക്ക് വിശ്വസിക്കാൻ അതുകൊണ്ട് തന്നെ പറ്റുന്നില്ല. ഏതായാലും ഇത്തരം ആളുകളൊക്കെ, ഉലൂകൻ മുതലായിട്ടുള്ള ആളുകളൊക്കെ ഇരിക്കുന്ന സഭയിലാണ് ഒരു ദ്വാസ്ഥൻ, ഒരു കാവൽക്കാരൻ വന്നിട്ട് ധൃതരാഷ്ട്രരോട് പറയുന്നത്, സഞ്ജയൻ വന്നിരിക്കുന്നു അങ്ങയെ കാണാൻ വേണ്ടിയിട്ട് എന്ന്. അതൊക്കെ ഒരു പ്രോട്ടോകോൾ മാത്രമാണ്. വരാൻ പറയൂ എന്നുള്ള ആജ്ഞ ധൃതരാഷ്ട്രർ പുറപ്പെടുവിച്ചു. ആജ്ഞ കേട്ട് സഞ്ജയൻ സഭയിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് അവിടെ വെച്ച് ഔദ്യോഗികമായിട്ട് പറഞ്ഞു, ഞാൻ പാണ്ഡവന്മാരെ കണ്ടിട്ടാണ് വരുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അർജുനൻ്റെ സന്ദേശമാണ് ഞാൻ ആദ്യം പറയുന്നത്. അർജുനനാണ് പാണ്ഡവന്മാരിൽ വെച്ച് ആ യുദ്ധത്തെ നയിക്കുന്ന ആള് എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. അതുകൊണ്ട് അർജുനൻ്റെ വാക്യത്തിലാണ് കൂടുതൽ പ്രാധാന്യം. ദുര്യോധനോ വാചിമമാം ശൃണോതു യദബ്രവീത് അർജുനോ യോത്സ്യമാന യുധിഷ്ഠിരസ്യാനുമതേ മഹാത്മാ ധനഞ്ജയ ശൃണ്വത കേശവസ്യ. അല്ലയോ ദുര്യോധന, അങ്ങ് പാണ്ഡവന്മാരുടെ ഈ വാക്യം കേൾക്കുക. പാണ്ഡവന്മാരുടെ പ്രതിനിധിയായിട്ട് അർജുനൻ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അനുവാദത്തോടു കൂടിയിട്ടും ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിലും പറഞ്ഞ വാക്കുകളെ കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഒരുപക്ഷെ അർജുനനെയാണ് എല്ലാവരും കൂടുതൽ ഭയപ്പെടുന്നത് എന്നതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അർജുനന്റെ വാക്യം അത് പാണ്ഡവന്മാരുടെ മുഴുവൻ വാക്യത്തെയും സൂചിപ്പിക്കുന്നു എന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ പറഞ്ഞത്. അതുപോലെ നേരത്തെ പാണ്ഡവ സഭയിൽ വെച്ച് സഞ്ജയനോട് പാണ്ഡവന്മാർ മറുപടി പറഞ്ഞപ്പോൾ അർജുനന്റെ വാക്യം എന്തായിരുന്നു എന്ന് അവിടെ പ്രസ്താവിച്ചിരുന്നില്ല. അതിവിടെ നാടകീയമായിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ വ്യാസൻ അവതരിപ്പിക്കുകയും ആകാം. ഏതായാലും മഹാഭാരതത്തിൻ്റെ രചനാശൈലി വളരെ വിശിഷ്ടമാണ്, വളരെ നമുക്ക് പ്രശംസനീയമായ ഒരു കാര്യമാണ്.
അദ്ദേഹം പറയുന്നു, ഇന്ദ്രപ്രസ്ഥം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ യുദ്ധമുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്ന എല്ലാവരെയും ഞങ്ങൾ കാലപുരിക്ക് അയക്കും. യുധിഷ്ഠിരന്റെ ക്രോധാഗ്നിയിൽ കുരുവംശം നശിക്കും. ഭീമന്റെ ഗദാപരാക്രമം, അതിനെക്കുറിച്ച് അർജുനൻ വിശദമായിട്ട് വർണ്ണിച്ചു. തൻ്റെ ബലത്തെക്കുറിച്ചല്ല, യുധിഷ്ഠിരന്റെ ആ തപശക്തിയെക്കുറിച്ചും ഭീമന്റെ ഗദാപരാക്രമത്തെക്കുറിച്ചും വിശദമായിട്ട് പറഞ്ഞു. നകുലൻ, സഹദേവൻ, അഭിമന്യു, വിരാടൻ രാജാവ്, അദ്ദേഹത്തിന്റെ പുത്രന്മാർ, ദ്രുപദൻ, അദ്ദേഹത്തിന്റെ പുത്രന്മാർ, ഘട്ടദ്യുമ്നാദികൾ, സാത്യകി മുതലായ വീരന്മാർ, ഇവരുടെയൊക്കെ തന്നെ വീര്യം, ശൗര്യം, പരാക്രമം അർജുനൻ അവിടെ വർണ്ണിച്ചിട്ട് ഓരോ ശ്ലോകത്തിന്റെ അവസാനം വളരെ മനോഹരമായ ഒരു കാവ്യാത്മക ശൈലിയിൽ തഥാ യുദ്ധം ധാർത്തരാഷ്ട്രോ അന്വതപ്സ്യൽ എന്ന് പറയുന്നു. ഇങ്ങനെ യുദ്ധം ചെയ്തിട്ട് ഇത് കാരണം ഈ ധൃതരാഷ്ട്രപുത്രൻ കരയേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും എന്ന് അവസാനിക്കുന്ന അവസാന പാദത്തിൽ ഒരേ വരികൾ ഉള്ളതായ ശ്ലോകങ്ങൾ അവിടെ പറയുന്നു. അതുപോലെ അതിനുശേഷം ചില ശ്ലോകങ്ങൾ തഥാ തപ്സ്യത്യകൃതാത്മാസമന്ദ, ബുദ്ധിശൂന്യനായ, മനോനിയന്ത്രണമില്ലാത്തവനായ, മന്ദബുദ്ധിയായ ആ ദുര്യോധനൻ ഇത് കാരണം ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെയുള്ള നല്ല കാവ്യാത്മക ശൈലിയിലാണ് അർജുനന്റെ വാക്കുകളെ അവിടെ വർണ്ണിച്ചത്. യുദ്ധത്തിന്റെ ഭീകരത അതിനുശേഷം അദ്ദേഹം പറയുന്നു. ഇവിടെ കബന്ധങ്ങൾ ഇങ്ങനെ തലയറ്റ കബന്ധങ്ങൾ ഉണ്ടായിരിക്കും, രക്തപങ്കിലമായി തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന്റെ ഭീകരമായ വർണ്ണനയുണ്ട്. അതിനുശേഷമാണ് അർജുനൻ സ്വന്തം വീര്യത്തെക്കുറിച്ച് പറയുന്നതും സ്വന്തം ധനുസ്സായിട്ടുള്ള ആ ഗാണ്ഡീവത്തിന്റെ ശക്തിയെക്കുറിച്ച് പറയുന്നു. അതുപോലെ തൻ്റെ വിജയം പ്രവചിച്ച ഒരു കഥ അദ്ദേഹം പറയുന്നു. ഒരു നാൾ ഞാൻ രാവിലെ സ്നാനം ചെയ്ത് ജപം, സ്വാധ്യായം, വേദപാഠമൊക്കെ ചെയ്ത ശേഷം ശാന്തനായിട്ട്, സ്വസ്ഥനായിട്ട്, ഏകനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു തേജസ്വിയായ ഒരു വിപ്രൻ, ഒരു ബ്രാഹ്മണൻ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, അർജുന, നീ ദുഷ്കരമായ കർമ്മങ്ങൾ ചെയ്യാൻ പോകുന്നു. നീ ശത്രുക്കളെ നിഗ്രഹിക്കും. ഉച്ചൈശ്രവസ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ദൈവികമായ ആ കുതിരയുടെ പുറത്ത് കയറി വജ്രം ആയുധമായി ധരിച്ചുകൊണ്ടുള്ള ഇന്ദ്രൻ യുദ്ധത്തിൽ വേണമെങ്കിൽ നിന്റെ മുന്നിൽ സഞ്ചരിച്ചുകൊണ്ട് നിനക്ക് സഹായം ചെയ്യും. നിനക്കൊന്നും ചെയ്യേണ്ടി വരില്ല, ഇന്ദ്രൻ എല്ലാം ചെയ്തുകൊള്ളും. അങ്ങനെ ഇന്ദ്രന്റെ സഹായം നിനക്ക് യുദ്ധത്തിൽ വേണമെങ്കിൽ ലഭിക്കും. അല്ലെങ്കിൽ നിനക്ക് സുഗ്രീവനെ ബന്ധിച്ച വാസുദേവൻ രഥത്തിൽ നിന്നെ പിന്തുടർന്ന് വരും. സുഗ്രീവൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ 4 കുതിരകൾ ഒരു കുതിരയാണ്. ശൈബ്യ, സുഗ്രീവ, മേഘപുഷ്പ, ബലാഹകന്മാരാണ് ഭഗവാന്റെ തേരിലെ കുതിരകളുടെ പേരുകളാണ്. സുഗ്രീവൻ എന്ന് പറയുമ്പോൾ സുഗ്രീവാദികളായ കുതിരകൾ എന്നർത്ഥം. ആ കുതിരകളെ പൂട്ടിയ രഥത്തിൽ സാക്ഷാൽ വാസുദേവൻ നിന്നെ പിന്തുടർന്നുകൊണ്ട് നിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നിനക്ക് രക്ഷ നൽകും. ഈ 2 കാര്യങ്ങളിൽ ഒന്ന് മാത്രം തരാം. ആയുധധാരിയായിട്ട് ഉച്ചശ്രവസിന്റെ മുകളിൽ ഇന്ദ്രൻ വന്ന് നിന്റെ മുന്നിൽ വന്ന് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു സഹായം വേണമോ, അല്ല ശ്രീകൃഷ്ണ ഭഗവാൻ സുഗ്രീവനെ പൂട്ടിയ രഥത്തിൽ നിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നിന്നെ രക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഏതാണ് നീ ഓപ്റ്റ് ചെയ്യുന്നത്, ഏതാണ് നീ തിരഞ്ഞെടുക്കുന്നത് എന്ന് ആ വിപ്രൻ ചോദിച്ചപ്പോൾ ഞാൻ വജ്രഹസ്തനായ ഇന്ദ്രനെ വിട്ടിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ, വാസുദേവനെയാണ് വരിച്ചത്. കാരണം എന്താണ്? അദ്ദേഹമാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ എന്നുള്ളത് കൊണ്ടാണ്. എന്ന് മാത്രമല്ല, വാസുദേവനെ തോൽപ്പിക്കാൻ ഈ 3 ലോകത്തിലും ആരുമില്ല. ഇന്ദ്രനേക്കാൾ അദ്ദേഹം ശൗര്യമുള്ളവനാണ്, പരാക്രമിയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ആ ശ്രീകൃഷ്ണന്റെ സഹായമുള്ളവനാണ്. ആ ശ്രീകൃഷ്ണനെ എനിക്ക് തന്നത് മറ്റാരുമല്ല, ദേവന്മാർ തന്നെയാണ്. എന്ന് വെച്ചാൽ ദേവകാര്യമാണ് ഞാൻ നിർവഹിക്കാൻ പോകുന്നത് എന്നാണ് അർജുന വാക്യത്തിന്റെ അർത്ഥം. യുദ്ധം ചെയ്യാത്ത കൃഷ്ണൻ, ആ കൃഷ്ണൻ കേവലം ജയം ആശംസിച്ചാൽ പോലും യുദ്ധത്തിൽ ജയിക്കാൻ സാധിക്കും. ഇന്ദ്രാദി ദേവന്മാരെ അടക്കം ആ ശ്രീകൃഷ്ണന്റെ സഹായം കൊണ്ട് തോൽപ്പിക്കാൻ സാധിക്കും. മനുഷ്യരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ എന്നും അർജുനൻ ചോദിച്ചു. കൃഷ്ണനെ വെല്ലാൻ, ജയിക്കാൻ ആരുമില്ല. അദ്ദേഹം ചില ചരിത്രങ്ങൾ പറയുന്നു. അർജുനൻ യോ രുക്മിണീം ഏകരഥേന ഭോജാനുത്സദ്യ രാജ്ഞഃ സമരേ പ്രസഹ്യ ഉവാഹ ഭാര്യം യശസാജ്വലന്തീം യസ്യം ജജ്ഞേ രൗക്മിണേയോ മഹാത്മാ. ആ ശ്രീകൃഷ്ണൻ പണ്ട് രുക്മിണി എന്ന് പറയുന്ന ആ വിദർഭരാജകന്യകയെ ഏകരഥത്തിൽ, ഒറ്റ രഥത്തിൽ അദ്ദേഹം ഒറ്റയ്ക്ക് ചെന്നിട്ട് ഭോജൻ മുതലായിട്ടുള്ള നിരവധി ഭോജന്മാരടങ്ങുന്ന നിരവധി വലിയ സൈന്യത്തെ മുഴുവൻ യുദ്ധത്തിൽ ഒറ്റയ്ക്ക് തോൽപ്പിച്ചിട്ട് ആ രുക്മിണിയെ അദ്ദേഹം വിവാഹം ചെയ്തു, ഉദ്വാഹം ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ യശസ് വർദ്ധിച്ചു. ആ രുക്മിണി എന്ന് പറയുന്ന രാജകുമാരിയും യശസ്വിനിയായിരുന്നു. അങ്ങനെയുള്ള ആ രുക്മിണിയെ വിവാഹം ചെയ്തു. അതിലാണ് അദ്ദേഹത്തിന് രൗക്മിണേയൻ, പ്രദ്യുമ്നൻ എന്നു പേരുള്ള മഹാത്മാവായിട്ട് കുമാരൻ ജനിച്ചത്. അത് ശ്രീകൃഷ്ണന്റെ ഒരു ശൗര്യം, പരാക്രമം കാണിക്കുന്ന ഒരു സംഭവമായിരുന്നു. അതുപോലെ ഈ ഭഗവാൻ ഗാന്ധാരന്മാരെ തോൽപ്പിച്ചു. നഗ്നയിത്ത് എന്ന് പറയുന്ന രാജാവായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. ആ നഗ്നയിത്തന്റെ മക്കളെ അദ്ദേഹം യുദ്ധത്തിൽ ജയിച്ച്
അവരുടെ തടവറയിൽ നിന്നും സുദർശനൻ എന്നു പേരുള്ളതായ രാജാവിനെ അദ്ദേഹം മോചിപ്പിച്ചു. ഇത് ഭാഗവതത്തിലോ മറ്റ് സ്ഥലത്ത് കാണാത്ത ഒരു കഥയാണ്. ആ സുദർശനൻ ദേവതമാർക്ക് പോലും ആരാധ്യനായിരുന്ന മഹാത്മാവായിരുന്നു. അദ്ദേഹത്തെ രക്ഷികൻ ഭഗവാൻ ഗാന്ധാരന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. നഗ്നയത്തിനെയും അദ്ദേഹത്തിന്റെ മക്കളെയും തോൽപ്പിച്ചു. അതിൽ അദ്ദേഹത്തിന്റെ ഒരു വലിയ പേരുകെട്ട ഒരു യുദ്ധവിജയം ആയിരുന്നു. പിന്നെ അദ്ദേഹം പാണ്ഡ്യരാജാവ്, ദക്ഷിണ ഭാരതത്തിലുള്ള പാണ്ഡ്യരാജാവിനെ വധിച്ചു. എങ്ങനെ വധിച്ചു? വാതിൽ കൊണ്ടാണ് വധിച്ചത് എന്ന് പറയുന്നു. ഒരുപക്ഷെ യുദ്ധത്തിനിടയിൽ ഈ കൊട്ടാരത്തിൽ കയറി പാണ്ഡ്യനുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് വാതിൽ തുറക്കുകയോ വാതിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് തലയിൽ അടിക്കുകയോ എന്തോ ചെയ്ത് കാണും. ഏതായാലും ആ ചരിത്രത്തെ ഓർമ്മിച്ചുകൊണ്ട് അർജുനൻ പറയുന്നു, വാതിൽ പാളി കൊണ്ടാണ് ഭഗവാൻ ആ പാണ്ഡ്യനെ കൊന്നത്. അദ്ദേഹത്തിന് ശൗര്യമാണ് എന്നർത്ഥം. അപ്പം അത്തരം രാജാക്കന്മാരായിട്ട് അദ്ദേഹം പലതരത്തിലുള്ള യുദ്ധമാണ് ചെയ്തത്, പല തന്ത്രങ്ങളാണ് പ്രയോഗിച്ചത് എന്നർത്ഥം. അതുപോലെ കലിംഗ രാജാവിനെ പർവ്വത ശൃംഗത്തിൽ വെച്ചാണ് ഭഗവാൻ കൊന്നുകളഞ്ഞത്. അദ്ദേഹവും പരാക്രമിയായ രാജാവായിരുന്നു കലിംഗൻ. പിന്നെ കാശീപുരി ദഹിപ്പിച്ചു, സുദർശനം കൊണ്ട് ദഹിപ്പിച്ച കഥ ഭാഗവതത്തിലും മറ്റും പറയുന്നുണ്ട്. ആ കാശീപുരി ഭഗവാൻ ദഹിപ്പിച്ചു കളയുകയും പിന്നീട് ദീർഘകാലം ആ കാശീപുരി അനാഥമായി കിടക്കുകയും ചെയ്തു. ഇത് ഭഗവാന്റെ ഒരു പരാക്രമം കാണിക്കുന്ന സംഭവമാണ്. മറ്റൊന്ന് നിഷാദ രാജാവായ ഏകലവ്യൻ, നമുക്ക് പരിചിതനാണ്. മഹാഭാരതത്തിന്റെ ആദ്യ പർവ്വത്തിൽ അർജുനൻ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഏകലവ്യന്റെ അസ്ത്രവേഗം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. ദ്രോണർ അദ്ദേഹത്തിന്റെ ആ പെരുവിരൽ വാങ്ങിയതായിട്ട് പറയുന്നുണ്ട്. ആ നിഷാദ രാജാവായ ഏകലവ്യൻ ശ്രീകൃഷ്ണന്റെ പരമശത്രുവായിരുന്നു. പൗണ്ഡ്രകൻ, ജരാസന്ധൻ, അതുപോലെ മറ്റ് ശിശുപാലൻ മുതലായിട്ട് ആളുകളുടെ ഒരു പ്രധാന സഹായിയായിരുന്ന കൂട്ടാളിയായിരുന്ന ആ ഏകലവ്യനെ ഭഗവാൻ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ആളാണ് ഈ ഏകലവ്യൻ. ആ ഏകലവ്യൻ ഭഗവാന്റെ കൃഷ്ണന്റെ അടിയേറ്റ് വീണ് മരിച്ചു. എങ്ങനെ മരിച്ചു എന്ന് വെച്ചാൽ, പണ്ട് ജംഭൻ എന്ന അസുരൻ പർവ്വതത്തിന്റെ അടിയേറ്റ് അല്ലെങ്കിൽ പർവ്വതത്തിൽ ചെന്നിടിച്ചു തകർന്ന് മരിച്ചതുപോലെയാണ് കൃഷ്ണന്റെ അടിയേറ്റ് ഈ ഏകലവ്യൻ മരിച്ചു വീണത്. അതും അദ്ദേഹത്തിന്റെ ശൗര്യത്തിന്റെ ഒരു അടയാളമാണ്. പിന്നെ യാദവനായ ഉഗ്രസേന രാജാവിന്റെ മകനായ കംസൻ എന്ന് പറയുന്ന ഭീമപരാക്രമിയായ കംസനെ ബലരാമസമേതനായിട്ട് ചെന്ന് കൊന്നിട്ട് അദ്ദേഹത്തിന് അച്ഛനായ ഉഗ്രസേനനെ അവിടെ മധുരയിൽ അദ്ദേഹം രാജാവായി വാഴിച്ചു. അതും അദ്ദേഹത്തിന്റെ പരാക്രമത്തിന്റെ തെളിവാണ്. സൗഭം എന്ന വിമാനത്തിൽ കയറി വന്ന ശാലുൻ എന്ന രാജാവിനെ നേരിട്ടു. ആ ശാലുന് യന്ത്ര സാമഗ്രികൾ ഉണ്ടായിരുന്നു യുദ്ധത്തിൽ. ശതഘ്നി, ഒറ്റയടുക്ക് 100 പേരെ കൊല്ലാൻ സാധിക്കുന്ന പീരങ്കികളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഭഗവാൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ? അവന്റെ പ്രധാന ആയുധമായ ആ പീരങ്കിയെ, ശതഘ്നി എന്ന ആയുധത്തെ ഭഗവാൻ ചെന്ന് കൈകൊണ്ട് പിടിച്ച് തടഞ്ഞു. ഒരു പീരങ്കി കൈകൊണ്ട് തടയാൻ സാധിക്കാമോ? അത് ഭഗവാൻ ചെയ്തു. ഇതൊക്കെ ആർക്ക് സാധിക്കുന്നതാണ്? പിന്നെ പ്രാഗ്ജ്യോതിഷപുരിയിലുള്ള നരകാസുരൻ, ഭൗമൻ എന്ന് പേര് കേട്ട നരകാസുരൻ, അതിഥി എന്ന് പറയുന്ന ദേവമാതാവിന്റെ കുണ്ടലങ്ങൾ അപഹരിച്ച് കൊണ്ടുപോയി. ഇന്ദ്രൻ ഭഗവാന്റെ സഹായം അഭ്യർത്ഥിച്ചു. ഭഗവാൻ സഹായിക്കാൻ തയ്യാറായിട്ട് ആ പ്രാഗ്ജ്യോതിഷപുരിയിലേക്ക് ഭഗവാൻ സഞ്ചരിച്ചു. അവിടെ തടസ്സമായിട്ട് മുര എന്ന പേരുള്ള ഒരു അസുരൻ 6000 ഇരുമ്പ് കൊണ്ടുള്ള 6000 പാശങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ തന്നെ ഭഗവാൻ തൻ്റെ ആ ആയുധങ്ങളെ കൊണ്ട് ഭേദിച്ച് നിർമ്മോചനം എന്ന് പറയുന്ന ദേശത്താണ് ഈ മുര. ഈ പ്രാഗ്ജ്യോതിഷത്തിന് പുരത്തിന് മുമ്പുള്ള ഒരു പുരിയാണ്. ഇവനെ ജയിച്ചാലേ പ്രാഗ്ജ്യോതിഷത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ആ മുരയെ ഭഗവാൻ വധിച്ചിട്ട് നരകാസുരനുമായിട്ട് പ്രാഗ്ജ്യോതിഷപുരിയിൽ വെച്ച് ഏറ്റുമുട്ടി നരകാസുരനെ ജയിച്ചു. നരകാസുരനെ ജയിച്ച് തങ്ങളുടെ ആ നഷ്ടപ്പെട്ട സമ്പത്ത് തിരിച്ചു കിട്ടിയപ്പോൾ ദേവന്മാർ ഭഗവാൻ ഒരു വരം നൽകി. നിനക്ക് യുദ്ധത്തിൽ ആകാശത്തിലും ജലത്തിലും ക്ഷീണം വരികയില്ല, അതുപോലെ നിന്നെ ഒരു ദിവ്യാസ്ത്രവും നിന്നിൽ മുറിവുണ്ടാക്കുകയില്ല. അപ്പോൾ ദിവ്യാസ്ത്രങ്ങൾക്ക് മുറിവേൽപ്പിക്കാൻ പറ്റാത്ത, ആകാശത്തിലും ജലത്തിലും ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു യോദ്ധാവാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ശ്രീകൃഷ്ണ ഭഗവാനാണ് യുദ്ധത്തിൽ എനിക്ക് സഹായിയായിട്ടുള്ളത്. അതുകൊണ്ട് നീ ചെന്ന് പറഞ്ഞോളൂ. ഭീഷ്മര്, ദ്രോണര്, കൃപര്, അശ്വത്ഥമാവ്, വികർണൻ മുതലായിട്ടുള്ള നിരവധി വീരപുരുഷന്മാർ, അവരെയൊക്കെ ഞാൻ നമസ്കരിക്കുന്നു, മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. അവരെ നമസ്കരിച്ചിട്ട് ഞാൻ അവരോട് തന്നെ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കും എന്നും പറയൂ. നക്ഷത്രജ്ഞാനമുള്ള, ജ്യോതിഷജ്ഞാനമുള്ള മഹാത്മാക്കളായ പണ്ഡിതന്മാരായ ബ്രാഹ്മണരൊക്കെ തന്നെ ഈ യുദ്ധം പ്രവചിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ യുദ്ധത്തിൽ പാണ്ഡവന്മാരുടെ ജയവും പ്രവചിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അർജുനന്റെ ഈ വാക്യങ്ങളാണ് സഞ്ജയൻ അവിടെ അവതരിപ്പിച്ചത്. അത് കേട്ട് ഭീഷ്മര് ആ സഭയിൽ വെച്ച് പറഞ്ഞു, ഒരു പ്രാചീന കഥ പറയുകയാണ്, പുരാണ കഥ പറയുകയാണ്. പണ്ടൊരിക്കൽ ബ്രഹ്മാവിനെ കാണാൻ വേണ്ടി ഇന്ദ്രന്റെ നേതൃത്വത്തിൽ ബൃഹസ്പതി മുതലായിട്ടുള്ള ദേവന്മാരൊക്കെ തന്നെ ചെന്നു. അവരുടെ കൂട്ടത്തിൽ മഹതികളായ അപ്സരസുകളുണ്ടായിരുന്നു, ഗന്ധർവന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ചേർന്ന് എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി ബ്രഹ്മലോകത്തിൽ ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് അദ്ദേഹത്തിന് ചുറ്റും നിന്ന സമയത്ത്
അവരുടെ അരികിലൂടെ രണ്ട് മഹാ തേജസ്സുകളായ ഒരേപോലെയുള്ള രണ്ട് പേര് ഋഷീശ്വരന്മാർ, മഹാ തേജസ്സുകളായിരുന്നു, നല്ല ചുറുചുറുക്കുള്ളവരുമായിരുന്നു, തപസ്സുകളായിരുന്നു. അവരിങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ അവർ ഈ ബ്രഹ്മലോകത്തിലിരിക്കുന്ന ബ്രഹ്മാവിനെ കണ്ട് തൊഴുകയോ നമസ്കരിക്കുകയോ അവിടെ വന്ന് ഒന്ന് അദ്ദേഹത്തെ കാണുകയോ ചെയ്യാൻ കൂട്ടാക്കുകയില്ല. അതുകൊണ്ട് ഇന്ദ്രാദി ദേവന്മാർ അത്ഭുതത്തോടെ ബ്രഹ്മാവിനോട് ചോദിച്ചു, ആരാണ് ഈ തേജസ്സുകൾ? അങ്ങയുടെ ഈ ധിഷ്ണ്യത്തിൽ വന്നിട്ട് അങ്ങയെ ഒന്ന് പ്രണയിക്കാനോ കാണാനോ കൂട്ടാക്കാതെ അവരങ്ങനെ നടന്നു പോയത് എന്തുകൊണ്ടാണ്? അത്രയൊക്കെ അവർക്ക് തേജസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഈ തപസ്സുകൾ ആരാണെന്ന് അറിയാമോ? അവർ സ്വന്തം തപസ്സിന്റെ ഊർജത്താൽ സ്വയം തേജസ് നേടിയവരാണ്. എല്ലാ ലോകങ്ങളും 14 ലോകങ്ങളും അവർ യഥേഷ്ടം ചുറ്റി സഞ്ചരിക്കും. അസുരനാശത്തിന് വേണ്ടിയിട്ടാണ് അവർ തപസ് ചെയ്യുന്നത്. അവരെ ജയിക്കാൻ ആർക്കും സാധിക്കില്ല. ദേവന്മാരും ഗന്ധർവന്മാരും എല്ലാവർക്കും അവർ പൂജ്യന്മാരാണ്. അവരുടെ പേര് നരനാരായണന്മാർ എന്നാണ്. 2 പേരാണ്, ഒരേ ആൾ തന്നെയാണ് 2 രൂപം ധരിച്ച് നടക്കുന്നത്, നരനും നാരായണനുമായിട്ട് എന്ന് ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ ബൃഹസ്പതിയോട് കൂടി മറ്റു ദേവന്മാരോട് കൂടി ഈ നരനാരായണന്മാർ തപസ് ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് അവരെ നമസ്കരിച്ചു. എന്നിട്ട് അവരോട് വരം ചോദിച്ചു. ഞങ്ങൾ ദേവന്മാർ അസുരന്മാരോട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് അങ്ങയുടെ 2 പേരുടെയും സഹായം വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നരനാരായണന്മാർ ദേവന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വന്ന് പൗലോമന്മാർ, കാലകയ്യന്മാർ, കാലഖഞ്ചന്മാർ, ലക്ഷക്കണക്കിന് വരുന്ന അസുര സൈന്യത്തെ ഇവരോട് ചേർന്ന് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചു കളഞ്ഞു. ഈ നരനാരായണന്മാരിൽ ഒരാളാണ് ഈ അർജുനൻ. അന്ന് ആ കാലഖഞ്ചന്മാരുമായും പൗലോമന്മാരുമായിട്ട് യുദ്ധം തുടങ്ങി വെച്ച ആ നരൻ മനുഷ്യനായിട്ട് പാണ്ഡവകുലത്തിൽ ജനിച്ചിട്ട് വീണ്ടും അദ്ദേഹം സ്വർഗത്തിൽ ചെന്ന് അവരെ ജയിച്ച് അവരെ ഉന്മൂലനം ചെയ്ത ആ ദിവ്യപുരുഷനായിരിക്കുന്ന നരൻ തന്നെയാണ് അർജുനനായിട്ട് വന്നത്. ആ നാരായണ മഹർഷിയാണ് ഇവിടെ ശ്രീകൃഷ്ണനായിട്ട് അർജുനനെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇദ്ദേഹം ജംഭന്റെ ശിരസ് ഭല്ലം എന്ന ആയുധം കൊണ്ട് അറുത്ത് കളയുകയും 60,000 വരുന്ന നിവാതകവചന്മാരെ ഒറ്റക്ക് കൊന്നവനുമാണ് ഈ അർജുനൻ. അപ്പൊ ഈ അർജുനനും ഈ ശ്രീകൃഷ്ണനും നരനാരായണന്മാരാണ്. പൂർവ്വ അവതാരത്തിൽ അവർ ദിവ്യപുരുഷന്മാരായിട്ട് വന്നു. ഇപ്പോൾ അവർ മനുഷ്യലോകത്തുള്ള മനുഷ്യന്മാരായിട്ട് അവതരിച്ചിരിക്കുകയാണ്, ദുഷ്ടന്മാരായ ആളുകളെ കൊന്ന് ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ട്. ഏഷ നാരായണ കൃഷ്ണ ഫൽഗുനശ്ച നരസ്മൃത നാരായണോ നരശ്ചൈവ സത്വമേകം ദ്വിധാകൃതം. ഈ നരനും നാരായണനും ഒരേ രൂപം തന്നെ രണ്ടായിട്ട് മാറിയിട്ട് രണ്ടായിട്ട് വന്നവരാണ്. അവർ വാസ്തവത്തിൽ രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ഈ രഹസ്യം നാരദ മഹർഷി എല്ലാവരോടും പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വൃഷ്ണികളോടും യാദവന്മാരോടും അദ്ദേഹം ഈ രഹസ്യം പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. സനാതനനായ കൃഷ്ണനും അതുപോലെ അദ്ദേഹത്തിൻ്റെ തന്നെ അംശമായ ഈ പാർത്ഥനും ഏകരഥത്തിൽ ഒറ്റ രഥത്തിൽ വന്നു കഴിഞ്ഞാൽ, അല്ലയോ ദുര്യോധന, യുദ്ധത്തിൽ നീ അവരെ ഒരുമിച്ച് കാണുമ്പോൾ എൻ്റെ വാക്കുകൾ നീ ഓർക്കും. നീ പരിതപിക്കേണ്ടി വരും. നിന്റെ ബന്ധുക്കൾ ഓരോരുത്തരായിട്ട് കൊല്ലപ്പെടും. നിന്റെ ആളുകളെല്ലാം കൊല്ലപ്പെടുകയും നീയും തകരും. നിന്റെ ഈ തകർച്ചക്ക് കാരണക്കാര് 3 പേരാണ്. ഞാനും ദ്രോണരും കൃപരും വിതുരരും ഒന്നും പറഞ്ഞ് നീ കേൾക്കുന്നില്ല. 3 പേരാണ് നിന്റെ ഉപദേഷ്ടാക്കൾ. ആരൊക്കെയാണ് 3 പേര്? പരശുരാമന്റെ ശാപമേറ്റ് അഭിശപ്തനായി കഴിഞ്ഞ നികൃഷ്ട ജന്മമായിട്ടുള്ള സൂതപുത്രനാണ് നിന്റെ ഒരു ഉപദേശി. മറ്റൊന്ന് സുബലന്റെ മകനായ ശകുനി, ഈ നാട്ടുകാരനെയല്ല, ഗാന്ധാര രാജാവിന്റെ പുത്രനാണ്. മൂന്നാമതായിട്ട് ക്ഷുദ്രനും പാപിയുമായിട്ടുള്ള നിന്റെ അനുജൻ ദുശാസനൻ. ഈ 3 പേരുടെ ഉപദേശം കേട്ടിട്ടാണ് നിനക്ക് നാശമുണ്ടാകാൻ പോകുന്നത്. ഈ വാക്യം കേട്ട് കർണന് സഹിക്കാൻ സാധിച്ചില്ല, തന്നെ അപമാനിക്കുകയാണല്ലോ. പിതാമഹ ഇത്തരം നികൃഷ്ടമായ വാക്കുകൾ അങ്ങേക്ക് ചേരുന്നില്ല. ഞാൻ ക്ഷാത്രധർമ്മം അനുഷ്ഠിക്കുന്നവനാണ്. സൂതപുത്രനായിട്ട് ജനിച്ചുവെങ്കിലും ക്ഷാത്രധർമ്മം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ക്ഷത്രിയൻ തന്നെയാണ്. എന്ത് കുറ്റം ചെയ്തിട്ടാണ് അങ്ങ് എന്നെ നിന്ദിക്കുന്നത് എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പാണ്ഡവന്മാരെ യുദ്ധത്തിൽ മുഴുവൻ എല്ലാവരെയും വധിച്ചു കളയും എന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. അപ്പോൾ ഭീഷ്മർ ധൃതരാഷ്ട്ര രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഇവൻ പാണ്ഡവന്മാരുടെ 16 ഒരു അംശം, ഒരു കല പോലും ശക്തി കൊണ്ട് ഇവനില്ല. പക്ഷെ ഇവൻ പാണ്ഡവന്മാരെ വധിക്കുമെന്ന് നിത്യമായിട്ട് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. ഇവനാണ് നിന്റെ പുത്രന്മാരെ പിഴപ്പിക്കുന്നത്. ഇവനാണ് നിന്റെ പുത്രന്മാർക്ക് ആശ്രയമായിട്ടിരിക്കുന്നത്. ദുര്യോധനൻ ആ ദേവപുത്രന്മാരായ 5 പാണ്ഡവന്മാരെയും അപമാനിക്കുന്നതും ദ്രോഹിക്കുന്നതും ഇവനെ ആശ്രയിച്ചിട്ടാണ്, ഇവന്റെ സഹായം കണ്ടിട്ടാണ്. ആ 5 പേര് പാണ്ഡവന്മാർ ചെയ്തതുപോലെ ഏത് ദുഷ്കരമായ കർമ്മമാണ് ഈ കർണൻ ചെയ്ത് കാണിച്ചിട്ടുള്ളത് എന്ന് നിനക്ക് പറയാൻ സാധിക്കുമോ? ഇവൻ ഒന്നും ചെയ്തിട്ടില്ല. തൻ്റെ ജീവിതത്തിൽ ഒരു മൽക്കർമ്മവും ചെയ്യാതെ സ്വന്തം ബലത്തെക്കുറിച്ച് ഇങ്ങനെ സ്വയം പുകഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഈ സൂതപുത്രൻ ഒന്നും ചെയ്യാൻ പറ്റാത്തവനാണ്. വിരാടത്തിൽ ഗോഹരണം ചെയ്ത സമയത്ത്, പശുക്കളെ അപഹരിക്കാൻ ചെന്ന സമയത്ത് അർജുനൻ നമ്മളെയൊക്കെ ഏകരഥത്തിൽ ജയിച്ചിട്ട് ഇവൻ്റെയും എൻ്റെയും നമ്മുടെയൊക്കെ തന്നെ
ഉടുത്ത തുണിയടക്കം അപഹരിച്ചു കൊണ്ടുപോയി. സ്വന്തം തുണി അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ തടയാൻ പോലും സാധിക്കാതെ നിർവീര്യമായി തീർന്ന ഈ കർണനാണ് ഇവിടെ പ്രസംഗിക്കുന്നത്. പണ്ട് ഗന്ധർവന്മാർ നിന്റെ മകനെ കൊല്ലാൻ വേണ്ടിയിട്ട്, നിഷ്ഠുരമായിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് കാട്ടിൽ അവരെ പാണ്ഡവന്മാരെ ഉപദ്രവിക്കാൻ വേണ്ടി ചെന്ന നിന്റെ മകനെ ആ ഗന്ധർവന്മാർ പിടിച്ചു കൊല്ലുമ്പോൾ ഈ സൂതപുത്രൻ എവിടെയായിരുന്നു? അവൻ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ട് ഇവിടെ വന്ന് വിളിച്ചു. പിന്നീട് പാണ്ഡവന്മാരാണ് നിന്റെ മക്കളെ രക്ഷിച്ചത്. ഇവന്റെ വീരവാദം വെറും വ്യർത്ഥമാണ് എന്ന് പറഞ്ഞു. അത് കേട്ട ദ്രോണര് പറഞ്ഞു, ഭീഷ്മര് പറഞ്ഞത് ശരിയാണ് ധൃതരാഷ്ട്ര രാജാവേ, അദ്ദേഹത്തെ അങ്ങ് അനുസരിക്കൂ. അർജുനൻ പറഞ്ഞത് അങ്ങ് കേട്ടല്ലോ, അവൻ പറഞ്ഞതുപോലെ ചെയ്യും. അവനെപ്പോലെ ഈ 3 ലോകത്തിലും അവന് തുല്യനായ ഒരു പരാക്രമി യോദ്ധാവ് ഇല്ല എന്ന് പറഞ്ഞ് ധൃതരാഷ്ട്രർ സഞ്ജയനോട് പറഞ്ഞു, സഞ്ജയ, യുധിഷ്ഠിരനെ സഹായികൾ മറ്റാരൊക്കെയാണ്? അവരുടെ പേര് പറയും. സഞ്ജയൻ ഓരോരുത്തരുടെ പേരൊക്കെ പറയാൻ തുടങ്ങി. പാണ്ഡവന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞു. ധൃതരാഷ്ട്രർ അത് തൃപ്തി വരാഞ്ഞിട്ട് വീണ്ടും വീണ്ടും പറയൂ, വേറെ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു. അത് കേട്ട് സഞ്ജയൻ തലകറങ്ങി ആ സഭയിൽ താഴെ വീഴുകയാണ് ചെയ്തത്. സഞ്ജയൻ അവിടെ ബോധം കെട്ട് വീഴുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് അത് പറയാൻ സാധിക്കില്ല എന്നാണോ, അല്ല ഇവിടെ പറയേണ്ട കാര്യമില്ല എന്നാണോ, അല്ല ഭയം കൊണ്ടാണോ അദ്ദേഹം തലകറങ്ങി വീണു? തുടർന്ന് ആ സഭയിൽ ഉണ്ടായ നാടകീയ രംഗങ്ങളും സംഭാഷണങ്ങളും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ദുര്യോധനനും അതുപോലെ ധൃതരാഷ്ട്രം ഏത് രീതിയിലാണ് യുദ്ധത്തെ നേരിടാൻ തയ്യാറാകുന്നത് എന്നുകൂടി നമുക്ക് ഇനി കാണാം.